ബന്ധപ്പെട്ടിരിക്കുന്ന കൺസൾട്ടൻസ് ആക്ച്വലി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കോളേജായിട്ടായിരിക്കും അവർ കണക്റ്റഡ്. അവർ ആ കോളേജിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ 8 കോളേജിനെയും സ്ക്രീൻ ചെയ്തിട്ട് മാത്രമാണ് ഒരു കോളേജിലേക്ക് എത്താവുള്ളൂ. ഫസ്റ്റ് ഇയർ നമ്മൾ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ എൻ്റയർലി ആ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ 6,00,000 രൂപ എടുത്തിട്ടുണ്ട്. ആ 6,00,000 രൂപയെ നമ്മളോട് വാങ്ങാനുള്ളൊരു റൈറ്റ് കോളേജിനുണ്ട്. 100% പാസ്സുള്ള കോളേജിൽ തന്നെ നോക്കിയിട്ട് ജോയിൻ ചെയ്യുമായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം അറിഞ്ഞുകൊണ്ട് ആ ഒരു കോഴ്സ് ഫീസ് കിട്ടാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഫെയിൽ ചെയ്യിപ്പിക്കുന്ന കോളേജുകളുണ്ട്. ബന്ധപ്പെട്ടിരിക്കുന്ന കൺസൾട്ടൻസ് ആക്ച്വലി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കോളേജായിട്ടായിരിക്കും അവർ കണക്റ്റഡ്. അവർ ആ കോളേജിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ 8 കോളേജിനെയും സ്ക്രീൻ ചെയ്തിട്ട് മാത്രമാണ് ഒരു കോളേജിലേക്ക് എത്താവുള്ളൂ. ഫസ്റ്റ് ഇയർ നമ്മൾ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ എൻ്റയർലി ആ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ 6,00,000 രൂപ എടുത്തിട്ടുണ്ട്. ആ 6,00,000 രൂപയെ നമ്മളോട് വാങ്ങാനുള്ളൊരു റൈറ്റ് കോളേജിനുണ്ട്. 100% പാസ്സുള്ള കോളേജിൽ തന്നെ നോക്കിയിട്ട് ജോയിൻ ചെയ്യുമായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം അറിഞ്ഞുകൊണ്ട് ആ ഒരു കോഴ്സ് ഫീസ് കിട്ടാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഫെയിൽ ചെയ്യിപ്പിക്കുന്ന കോളേജുകളുണ്ട്.